Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചറിലെ മൊഡ്യൂൾ നമ്പർ 2 നിന്നുള്ള പാർട്ട് 8 ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 8 നമ്മൾ കനാൽ ഫോൾസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കനാൽ ഫോൾസ് അല്ലെങ്കിൽ കനാൽ ഡ്രോപ്പ് എന്താണ്, അതേപോലെ അതിൻ്റെ നെസസിറ്റി, what are the necessity of providing canal fall or canal drops, what are the different types of canal drops, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഗുലേഷൻ വർക്ക്. എനി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു റെഗുലേറ്റ് ഡിസ്ചാർജ് വെലോസിറ്റി ഇൻ എ കനാൽ. ഇപ്പോൾ ഒരു കനാലിൻ്റെ അകത്തൂടി ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് വെലോസിറ്റിയൊക്കെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ വർക്കിനെയാണ് നമ്മൾ റെഗുലേഷൻ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തരം റെഗുലേഷൻ വർക്ക്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഗുലേഷൻ വർക്ക്സ് ആർ കനാൽ ഫോൾ, ഹെഡ് റെഗുലേറ്റർ, ക്രോസ് റെഗുലേറ്റർ, കനാൽ എസ്കേപ്പ്, കനാൽ ഔട്ട്ലെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് കനാൽ ഫോൾ, ഹെഡ് റെഗുലേറ്റർ, ക്രോസ് റെഗുലേറ്റർ. ഓക്കെ, ഈ ഒരു ലെക്ചറിൽ നമ്മൾ കനാൽ ഫോൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കനാൽ ഫോൾസ് ഓർ കനാൽ ഡ്രോപ്പ്. കനാൽ ഫോൾസിനെ തന്നെ നമ്മൾ കനാൽ ഡ്രോപ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ കനാൽ ഫോളിൻ്റെ അകത്ത് മൂന്ന് ടൈപ്പ് ഫോൾ നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഈ ഒരു കനാൽ ഫോളിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കനാൽ ഫോൾ അല്ലെങ്കിൽ കനാൽ ഡ്രോപ്പ് എന്താണെന്ന് നോക്കാം. വെനെവർ ദ അവൈലബിൾ നാച്ചുറൽ ഗ്രൗണ്ട് സ്ലോപ്പ് ഈസ് സ്റ്റീപ്പർ ദാൻ ദ ഡിസൈൻഡ് ബെഡ് സ്ലോപ്പ് ഓഫ് ദ കനാൽ, ദ ഡിഫറൻസ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ കൺസ്ട്രക്ടിങ് വെർട്ടിക്കൽ ഫോൾസ് ഓർ ഡ്രോപ്സ് ഇൻ ദ കനാൽ ബെഡ് അറ്റ് സ്യൂട്ടബിൾ ഇൻ്റർവൽ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കനാൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് നോൺ സിൽട്ടിങ്, നോൺ സ്ക്വയറിങ് വെലോസിറ്റി അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി, ക്രിട്ടിക്കൽ വെലോസിറ്റിയിൽ വെള്ളം ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു കനാൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കനാലിൻ്റെ ഡിസൈൻ സ്ലോപ്പ്, അതായത് ആ ഒരു ബെഡ് സ്ലോപ്പ്, കനാൽ ലേ ചെയ്യുന്ന ബെഡ് താഴത്തെ ലെയറിൻ്റെ സ്ലോപ്പ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം, കൂടാനോ കുറയാനോ പാടില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കനാലിൻ്റെ നമ്മൾ കനാൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അതിൻ്റെ ബെഡ് സ്ലോപ്പ് ഈ രീതിയിലാണ് പോകുന്നത്. ഏകദേശം ഈ ഒരു സ്ലോപ്പാണ് ഉള്ളത് അതിൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചത് ഇതാണ് അവിടുത്തെ ഉള്ള ആക്ച്വൽ ബെഡ്, നമ്മൾ കനാൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട സ്ഥലത്തെ ആക്ച്വൽ ബെഡ് സ്ലോപ്പ് ബെഡിൻ്റെ ചരിവ്. പക്ഷെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഇത്രയും ചരിവേ പാടുള്ളൂ. ഇതാണ് ഡിസൈൻ സ്ലോപ്പ്, ഇതാണ് പക്ഷേ അവൈലബിൾ ഗ്രൗണ്ട് സ്ലോപ്പ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവൈലബിൾ ഗ്രൗണ്ട് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ലോപ്പിംഗ് ആയിട്ടുള്ള ആ ഒരു സർഫസിനെ തിരിച്ച് ഈ ഒരു സ്ലോപ്പിലേക്ക് എത്തിക്കാനായിട്ട് ഒന്നെങ്കിൽ ഇത്രയും സൈഡിൽ നമ്മൾ അല്ലെങ്കിൽ ഇത്രയും സ്ഥലത്ത് നമ്മൾ എർത്ത് വർക്ക്, മണ്ണിട്ട് മൂടണം, എന്നിട്ട് കനാലിനെ ഈ ഒരു ലെവലിൽ കൂടെ ഫ്ലോ ചെയ്യിക്കണം. അതല്ലെങ്കിൽ നമുക്കവിടെ ഒരു കനാൽ ഡ്രോപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. സച്ച് എ ഡ്രോപ്പ് ഇൻ എ നാച്ചുറൽ കനാൽ ബെഡ് വിൽ നോട്ട് ബി സ്റ്റേബിൾ. അപ്പോൾ നമ്മളങ്ങനെ ചുമ്മാ ഒരു ഡ്രോപ്പ് കൊടുത്താൽ, ഇപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന ഒരു കനാലിനെ ഞാൻ ഇവിടെ ഒരു ഡ്രോപ്പ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മളിതിനെ ഒരു സൊല്യൂഷനായിട്ട് ചെയ്യുന്നത്, ഇതിനെ മുഴുവൻ മണ്ണിട്ട് മൂടുക എന്ന് പറഞ്ഞാൽ അൺഎക്കണോമിക്കലാണ്. അപ്പോൾ അവർ ചെയ്തത് ഇവിടെ ആ സ്ലോപ്പ് അതുപോലെ തന്നെ എടുത്തു, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് കുഴിച്ചു. അപ്പോൾ ഈ പോർഷനെ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത മണ്ണ് ഈ പോർഷനിൽ ഫില്ല് ചെയ്തു. ഓക്കെ, ആ പോർഷനിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ശരിക്കും സംഭവിച്ചെന്താണ്, വെള്ളം എന്താ ഇവിടെ വന്നു, ഇവിടെ ഒരു ഡ്രോപ്പ് ഫോം ചെയ്തു. ഇനി വീണ്ടും ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന വെച്ച സ്ലോപ്പാണ്, അതിനെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഫോൾ ഉണ്ടാക്കി.
അപ്പോൾ നമ്മളിങ്ങനെ വെർട്ടിക്കൽ ഫോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ഫോൾസ് എന്ന് പറയുമ്പോൾ ആ വെർട്ടിക്കൽ ഡ്രോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നാച്ചുറലി അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ മണ്ണ് നമ്മൾ ആ ലെവലിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇൻ ഓർഡർ ടു റീറ്റെയിൻ ദിസ് ഡ്രോപ്പ്, ഈ ഒരു നാച്ചുറൽ സ്ലോപ്പിനെ, അതായത് സാധാരണ മണ്ണിൽ നമ്മൾ കുഴിച്ചെടുക്കുന്ന ഈ ഒരു ഡ്രോപ്പിനെ സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ, അതിനെയാണ് കനാൽ ഡ്രോപ്പ് അല്ലെങ്കിൽ കനാൽ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കനാൽ ഫോളിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്ന ഏരിയയിൽ ബെഡ്, നാച്ചുറൽ ബെഡ് നമ്മൾ ഈ ഒരു സ്ലോപ്പിലാണ് പോകുന്നത്, നല്ല ചരിവിലാണ് പോകുന്നത്. പക്ഷേ ഡിസൈൻ സ്ലോപ്പ് ഇതാ ഇത്ര ഉള്ളൂ, ചരിവാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ചരിവ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വെലോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഡിസൈൻ സ്ലോപ്പ് ഇത്ര ഉള്ളൂ, ചെറിയൊരു ചരിവ്. അപ്പോൾ ആ ചരിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, കട്ടിങ് ആൻഡ് ഫില്ലിങ്, ആ ഒരു വെർട്ടിക്കൽ ഫോൾ നമ്മളവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പോകേണ്ടിയിരുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബെഡിനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ലെവലിന് ഏകദേശം പാരലായിട്ട് ഇവിടെ താഴെ നമുക്കൊരു ബെഡ് സ്ലോപ്പ് കിട്ടും. ഇനി ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ ഒരു ഫോൾ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ഡിസൈൻ ചെയ്തേക്കുന്ന സ്ലോപ്പിന് ഏകദേശം പാരലായിട്ട് നമുക്ക് താഴെ ഒരു ബെഡ് സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബൈ പ്രൊവൈഡിങ് സം വെർട്ടിക്കൽ ഡ്രോപ്സ്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ വെർട്ടിക്കൽ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ മേസൺറി സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കനാൽ ഫോൾ അല്ലെങ്കിൽ കനാൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ നെസസിറ്റി എന്താണെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും നമുക്ക് അതിൻ്റെ നെസസിറ്റി 3 എണ്ണമാണ് വരുന്നത്. വെൻ എ സ്ലോപ്പ് ഓഫ് ഗ്രൗണ്ട് സഡൻലി ചേഞ്ചസ് ടു സ്റ്റീപ്പർ സ്ലോപ്പ്, the permissible bed slope cannot be maintained. It requires excessive earthwork in filling to maintain the slope. To avoid this filling, canal falls are provided. Okay, അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ കനാൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഗ്രൗണ്ടിൽ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് വരുന്നുണ്ടെങ്കിൽ, സഡൻലി പെട്ടെന്നൊരു സ്റ്റീപ്പ് സ്ലോപ്പ് വരുന്നുണ്ടെങ്കിൽ ആ പോർഷനിൽ നമ്മൾ കനാൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ടു അവോയ്ഡ് ദിസ് ഫില്ലിങ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഇത്രയും വെർട്ടിക്കൽ സ്ലോപ്പ് വരരുതെങ്കിൽ നമ്മൾ ഇത്രയും പോർഷനെ ഫില്ല് ചെയ്തെടുക്കണം. ഇത്രയും പോർഷനെ നമ്മൾ എർത്ത് വർക്ക് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ അൺഎക്കണോമിക്കലായി പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ മണ്ണ് ഇവിടത്തുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നെസസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സഡൻ ആയിട്ട് ഒരു സ്റ്റീപ്പർ സ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ കനാൽ ബെഡിനെ നമ്മൾ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്താക്കാനല്ല, ഏകദേശം നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രോപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്ത കേസ്, വെൻ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രൗണ്ട് ഇസ് മോർ ഓർ ലെസ് യൂണിഫോം, അതായത് നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ് യൂണിഫോംലി വേരിയിങ് ആണ്, ഏകദേശം ഒരേപോലെ വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്ലോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ പെർമിസിബിൾ ബെഡ് ലെവൽ. പക്ഷേ കനാലിന് പറഞ്ഞേക്കുന്ന പെർമിസിബിൾ ബെഡ് ലെവലിനേക്കാളും സ്റ്റീപ്പറായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ ബെഡ് ലെവൽ ഏകദേശം ഇത്രയും ചരിഞ്ഞിട്ടാണ്, പക്ഷേ ഇവിടുത്തെ നാച്ചുറൽ ബെഡ് യൂണിഫോമാണ്, പക്ഷേ സ്റ്റീപ്പറുമാണ്, അല്ല ഇതിനേക്കാളും ചരിവ് ഇതിനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിലും നമുക്ക് ഒരു കനാൽ ഫോള് നെസസറി ആയിട്ട് വരും. അടുത്തത് മൂന്നാമത്തത്, in cross drainage work, when the bed level of canal and that of drainage is small, or when the full supply level of canal is above bed level of drainage, then the canal fall is necessary to carry the canal water below stream of drainage. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് പഠിച്ചു. ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ അകത്ത് സ്ട്രീം അല്ലെങ്കിൽ ഡ്രെയിനേജ് മുകളിൽ കനാൽ താഴെ കൂടി ഫ്ലോ ചെയ്യുന്ന 2 ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് അല്ലേ. ഒന്നാമത്തത് സൂപ്പർ പാസേജ്, രണ്ടാമത്തത് സൈഫൺ സൂപ്പർ പാസേജ്. അപ്പോൾ സൈഫൺ സൂപ്പർ പാസേജിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. സൈഫൺ സൂപ്പർ പാസിൻ്റെ കേസ് എന്തായിരുന്നു, കനാൽ താഴത്തൂടെ ഫ്ലോ ചെയ്യുന്നു, ഡ്രെയിനേജ് മുകളിൽ ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവൽ. ഡ്രെയിനേജിൻ്റെ ബെഡ് ലെവലിനേക്കാളും മുകളിലാണ് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സ്ട്രക്ചറിനെയാണ് നമ്മൾ സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ കനാലിൻ്റെ വെള്ളം ഇവിടം വരെ വരുമ്പോൾ കനാലിന് ഇത്രയും ഹൈറ്റ്, ക്യാപിറ്റൽ H ഹൈറ്റിൽ വെള്ളമുണ്ട് അല്ലേ.
ഇനി ഇപ്പോൾ സപ്പോസ് ഫ്ലോർ ഇതേ ഹൈറ്റിൽ തന്നെ, ഈ ഒരു ഹൈറ്റിൽ തന്നെയാണ് ഫ്ലോർ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടുത്തെ ഹൈറ്റ് ഓഫ് വാട്ടർ ലെസ് ദാൻ ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഹൈറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കനാലിലെ വെള്ളം ഈ ഒരു സ്ട്രക്ചർ, ഡ്രെയിനേജ് പോകുന്ന ഈ സ്ട്രക്ചറിന് എക്സ്ട്രാ അപ്ലിഫ്റ്റ് പ്രഷർ കൊടുക്കും, ആ സ്ട്രക്ചർ ഫെയിലിയർ ആയി പോകും. അപ്പോൾ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്ര ഹൈറ്റിലാണോ ഈ വെള്ളം വരുന്നത് അതേ ഹൈറ്റ് തന്നെ ഈ ഒരു ഡ്രെയിനേജിൻ്റെ കൺസ്ട്രക്ഷൻ്റെ താഴെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കനാൽ ഫോള് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഈ ഡ്രെയിനേജ് വരുന്ന പോർഷനിൽ മാത്രം കനാൽ നമ്മൾ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ വെച്ചിട്ട് സഡൻ ഫോൾ കൊടുക്കും, പിന്നെ ഒരു ഹൊറിസോണ്ടൽ, പിന്നെ അതിന് മുകളിലേക്ക് എടുത്ത് വീണ്ടും ഇതുപോലെ പോകും. അപ്പോൾ ഇവിടെ എത്ര ഹൈറ്റ് ഓഫ് വാട്ടർ ആണോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെ എത്തുമ്പോഴും അതേ ഹൈറ്റ് ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പോകുമ്പോഴും അതേ ഹൈറ്റ് ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം എക്സ്ട്രാ ഈ ഒരു ഡ്രെയിനേജ് സ്ട്രക്ചറിൻ്റെ അകത്ത് എക്സ്ട്രാ പ്രഷറൊന്നും കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലും നമുക്ക് ഒരു കനാൽ ഫോള് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് കനാൽ ഫോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കനാൽ ഫോൾ: ഓഗി ഫ്ലോ, റാപ്പിഡ് ഫ്ലോ, സ്റ്റെപ്ഡ് ഫ്ലോ, ട്രപ്പിസോഡൽ നോച്ച് ഫ്ലോ, വെർട്ടിക്കൽ ഡ്രോപ്പ് ഫ്ലോ ഓർ സർദാർ ഫ്ലോ. ഗ്ലേസിസ് ഫ്ലോവിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: മോണ്ടിക് ടൈപ്പ് ഫോളും ഇംഗ്ലീഷ് ടൈപ്പ് ഫോളും. ലാസ്റ്റ് വൺ സൈഫൺ വെൽ ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് കനാൽ ഫോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ഫോൾ, എക്സ്പ്ലെയിൻ എനി ടു എന്നായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകം ഒരിടത്ത് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഓഗി ഫോൾ, ദ കോമ്പിനേഷൻ ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് കർവ്. അപ്പോൾ ഓഗി ഫോളിനകത്ത് ഒരു കോൺകേവ് ആൻഡ് കോൺവെക്സ് ടൈപ്പ് കർവ് ഷേപ്പ് ആയിരിക്കും ആ ഒരു ഫോളിന് നമ്മൾ കൊടുത്തേക്കുന്നത്. ടു ക്യാരി വാട്ടർ ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ, നല്ല ഹയർ ലെവലിൽ നിന്ന് നല്ല ലോവർ ലെവലിലേക്ക് വാട്ടർ സഡനായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഗി ഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കമെൻഡഡ് വെൻ ദ നാച്ചുറൽ ഗ്രൗണ്ട് ചേഞ്ചസ് ടു സ്റ്റീപ്പർ സ്ലോ. ഈ പോയിന്റ് തന്നെയാണ്, നാച്ചുറൽ ബെഡ് ലെവൽ പെട്ടെന്ന് നല്ല സ്റ്റീപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓഗി ഫോൾ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോൺക്രീറ്റ് വെർട്ടിക്കൽ വാൾ ആൻഡ് ബെഡ്. അപ്പോൾ ഓഗി ഫോളിൻ്റെ അകത്ത് ഒരു കോൺക്രീറ്റ് വെർട്ടിക്കൽ വാളും ഉണ്ട്, താഴെ ഒരു കോൺക്രീറ്റ് ബെഡും ഉണ്ട്. റബിൾ മേസൺറി ഈസ് പ്രൊവൈഡഡ് ഇൻ ഷേപ്പ് ഓഫ് ഓഗി ഓർ ഇൻവെർട്ടഡ് എസ് ഓവർ ബെഡ്. അപ്പോൾ താഴെയുള്ള ഈ കോൺക്രീറ്റ് ബെഡിൻ്റെ മുകളിലായിട്ട് ഒരു എസ് ഷേപ്പിൽ റബിൾ മേസൺറി സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഓഗി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓഗി ഷേപ്പ്, ഇതാ ഈ രീതിയിൽ പോകുന്ന ഷേപ്പ്. ഓഗി എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ഉള്ള ഷേപ്പ്, അതിനെ നമ്മൾ എസ് ഷേപ്പ് എന്നും പറയും. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് ഓഗി ഫോളിൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതൊരു കോൺക്രീറ്റ് ക്രസ്റ്റ് വാളാണ്, ഇത് താഴെയുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ വീണ്ടും ഒരു കോൺക്രീറ്റ് ബെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്സ്ട്രീം, ഈ ഒരു കോൺക്രീറ്റിൻ്റെ അപ്സ്ട്രീം സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോൺ റബിൾസ് വെച്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കനാലിൻ്റെ ബെഡ്. ഇനി ഇവിടെയാണ് നമ്മൾ ഈ ഓഗി ഷേപ്പിൽ ഒരു റബിൾ മേസൺറി വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത്. റബിൾ മേസൺറി വെച്ചിട്ട് നമ്മളൊരു ഓഗി അല്ലെങ്കിൽ എസ് ഷേപ്പിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡൗൺ സ്ട്രീം സൈഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റോൺ പിച്ചിങ് അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പടം വരക്കുമ്പോൾ നീറ്റായിട്ട് വരക്കുക. കോൺക്രീറ്റ് വാള്, കോൺക്രീറ്റ് ബെഡ്, ഇതും ഇതാണ് നമ്മുടെ ഓഗി ടൈപ്പ് റബിൾ മേസൺറി. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺ പിച്ചിങ്. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പ് സർഫസ്, ഈ സർഫസ് എല്ലാം, മുകളിലുള്ള സർഫസ് എല്ലാം നമ്മൾ സിമെൻറ്റ് മോട്ടാർ വെച്ച് ഫിനിഷ് ചെയ്യും. വാട്ടർ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി, റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ വെള്ളം ഫ്ലോ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ ടോപ്പ് സർഫസ് നമ്മൾ സിമെൻറ്റ് മോട്ടാർ വെച്ച് ഫിനിഷ് ചെയ്യും. ഓക്കെ, ദ സർഫസ് ഈസ് ഫിനിഷ്ഡ് വിത്ത് സിമെൻറ്റ് മോട്ടാർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റോൺ പിച്ചിങ് വിത്ത് സിമെൻറ്റ് ഗ്രൗട്ടിങ്. സ്റ്റോൺ പിച്ചിങ് വെച്ചിട്ട് നമ്മൾ ഈ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം സൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സിമെൻറ്റ് ഗ്രൗട്ട് ഇടും സ്മൂത്താക്കാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഓഗി ടൈപ്പ് ഫോളിൽ വരുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ, റാപ്പിഡ് ഫോൾ. യൂസ്ഡ് വെൻ ദ സ്ലോപ്പ് ഈസ് ഈവൺ ആൻഡ് ലോ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫിഗർ നോക്കാം, എന്നിട്ട് തിയറി നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് റാപ്പിഡ് ഫോളിൻ്റെ ഫിഗർ. കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വലിയ ഡ്രോപ്പ്, റാപ്പിഡായിട്ട് പെട്ടെന്ന് വലിയൊരു ഡ്രോപ്പ്. അപ്പോൾ ഒരു സിംഗിൾ ഡ്രോപ്പാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഫ്ലോറിന് നമ്മളൊരു സിംഗിൾ ഡ്രോപ്പ് സ്റ്റീപ്പായിട്ട് കൊടുക്കും, പിന്നെ ഹൊറിസോണ്ടലായിട്ട് പോകും. ഇനി ഇതിൻ്റെ അകത്ത് കർട്ടൈൻ വാൾസ് ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ പോർഷനെ രണ്ടും കണക്ട് ചെയ്തിട്ട് റബിൾസ് ഉണ്ട്.
അതിൻ്റെ ഇടയിൽ കർട്ടൈൻ വാൾസ് ഉണ്ട്, ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് വരുന്നുണ്ട്, വീണ്ടും കർട്ടൈൻ വാളിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ സ്റ്റോൺ പിച്ചിങ് അല്ലെങ്കിൽ മേസൺറി, റബിൾ മേസൺറി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ റബിൾ മേസൺറി, സ്റ്റോൺ പിച്ചിങ് ഒക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കർട്ടൈൻ വാൾസ് പ്രൊവൈഡ് ചെയ്യും. കർട്ടൈൻ വാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഈ റബിൾ വർക്കിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതിൻ്റെ ടോപ്പ് സർഫസ് നമ്മൾ സിമെൻറ്റ് മോട്ടാർ വെച്ച് ഗ്രൗട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. യൂസ്ഡ് വെൻ ദ സ്ലോപ്പ് ഈസ് ഈവൺ ആൻഡ് ലോങ്. അപ്പോൾ സ്ലോപ്പ് ഏകദേശം ഈവൺ ആയിരിക്കും, ഒരേപോലെ യൂണിഫോം സ്ലോപ്പ് ആയിരിക്കും, പക്ഷേ ലോങ് സ്ലോപ്പാണ്, നല്ല ലെങ്ത്തിൽ നമുക്ക് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കേസിലാണ് നമ്മൾ റാപ്പിഡ് ഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് വേരീസ് ഫ്രം 1:10 ഇൻ 1:20. അപ്പോൾ ഈ ഒരു ലോങ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ്, ഈ ഒരു സർഫസിൻ്റെ സ്ലോപ്പ് 1:10 മുതൽ 1:20 വരെ വേരി ചെയ്യാം. ഈ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു സ്ലോപ്പ് വേരി ചെയ്യുന്നത്. ഓക്കെ, കർട്ടൈൻ വാൾസ് പ്രൊവൈഡഡ് ഓൺ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ്. അപ്പോൾ ആ ഒരു ഗ്ലേഷ്യസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കർട്ടൈൻ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം ആൻഡ് സ്ലോപ്പിംഗ് ബെഡ് ഈസ് പ്രൊവൈഡഡ് വിത്ത് റബിൾ മേസൺറി. അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പിന്നെ ആ സ്ലോപ്പിംഗ് ബെഡും നമ്മൾ റബിൾ മേസൺറി വെച്ചിട്ടാണ് കവർ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വിത്ത് റിച്ച് സിമെൻറ്റ് മോട്ടാർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സർഫസ് നമ്മൾ സിമെൻറ്റ് മോട്ടാർ വെച്ച് ഗ്രൗട്ട് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും? വെള്ളം വേറെ ഇറോഷനൊന്നും ഇല്ലാതെ, റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റാപ്പിഡ് ഫോളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് സ്റ്റെപ്പ്ഡ് ഫോൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്സ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്സ്. സ്റ്റെപ്പ്ഡ് ഫോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു സിംഗിൾ ഫോൾ അല്ലേ. സ്റ്റെപ്പ്ഡ് ഫോളിൻ്റെ അത് സീരീസ് ഓഫ്, അതായത് ഇതാ ഒരു വോൾ, ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ്, അടുത്ത വെർട്ടിക്കൽ ഡ്രോപ്പ്, അടുത്ത വെർട്ടിക്കൽ ഡ്രോപ്പ്. അപ്പോൾ ഇങ്ങനെ സീരീസ് ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്സ് ഉള്ള ഒരു ഫോളിനെയാണ് നമ്മൾ സ്റ്റെപ്പ്ഡ് ഫോൾ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്സ്. സ്റ്റെപ്സ് പോലെ ഇരിക്കും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വെൻ ദ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഈസ് വെരി ലോങ്. സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഈസ് വെരി ലോങ്, അതായത് നമ്മുടെ സ്ലോപ്പിംഗ് സർഫസ് ഇതാ സ്റ്റീപ്പ് സ്ലോപ്പുമാണ്, അത്യാവശ്യം നല്ല ലെങ്ത്തിലും കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്ലോപ്പ് കൊടുക്കുന്നതിന് പകരം ദാ ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, ഈ രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റെപ്പ്ഡ് ഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഫിഗർ ഒന്ന് കാണിക്കാം. ഇതാണ് സ്റ്റെപ്പ്ഡ് ഫോളിൽ വരുന്നത്. ഇപ്പോൾ സ്റ്റെപ്പ്ഡ് ഫോൾ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റീപ്പ് സ്ലോപ്പാണ്, കുറേ വലിയൊരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഒരെണ്ണം കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇതാ ഈ ഹൊറിസോണ്ടൽ ഫ്ലോർ, ഇവിടെ ഒരു ഡ്രോപ്പ്, പിന്നെ അത് ഹൊറിസോണ്ടലായിട്ട് അടുത്ത ഡ്രോപ്പ്, അടുത്ത ഡ്രോപ്പ്, ഈ രീതിയിൽ 3 ഡ്രോപ്പായിട്ടായിരിക്കും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 അല്ല, എത്ര വേണമെങ്കിലും ആവാം. ഇനി ഓരോ ഡ്രോപ്പിൻ്റെ സർഫസിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രിക്ക് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ബ്രിക്ക് വാളാണ്, ഇതൊരു ബ്രിക്ക് വാളാണ്, ഇത് ഒരു ബ്രിക്ക് വാളാണ്. ഈ ബ്രിക്ക് വാളിൻ്റെ ഇടയിൽ നമ്മൾ റബിൾ മേസൺറിയാണ് യൂസ് ചെയ്യുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റബിൾ മേസൺറി. ഇനി ഇതിൻ്റെ ടോപ്പിൽ എന്തായിരിക്കും? സിമെൻറ്റ് ഗ്രൗട്ട് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും, സ്മൂത്ത് ഫോളിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് വരുന്നൊരു സിംഗിൾ ഫോൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഫോൾസ് ആക്കി മാറ്റാം. ഇവിടെ നിന്ന് വെള്ളം ഇവിടെ വന്നു, എനർജി ഡിസിപ്പേറ്റ് ചെയ്ത വെള്ളം ഇങ്ങോട്ട് വന്നു, കുറച്ച് എനർജിയുള്ള വെള്ളം ഇവിടെ വന്നു. ഒറ്റയടിക്ക് വെള്ളം ഒരു സിംഗിൾ ഡ്രോപ്പിൽ കൂടി വന്നാൽ നല്ല എനർജിയിലായിരിക്കും വെള്ളം വരുന്നത്. അപ്പോൾ അത് വന്ന് ഇടിക്കുന്ന പോർഷനിൽ ഒരുപാട് എനർജി വരും, ഈ സ്ഥലങ്ങൾ റോഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഡ്രോപ്പ് വെക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന വെള്ളം ഫോഴ്സ് ഇവിടെ എത്തുമ്പോൾ കുറച്ച് കുറയും, കുറച്ചുകൂടി കുറഞ്ഞ ഫോഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. വീണ്ടും ഇവിടെ എത്തുമ്പോൾ തീരെ കുറഞ്ഞ ഫോഴ്സ് ആവും, ആ വെള്ളം നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് ഈ സ്റ്റെപ്പ്ഡ് ഫോൾ. ഇറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് റാപ്പിഡ് ഫോൾ. അതായത് സിംഗിൾ സ്റ്റെപ്പ് ഫോൾ അല്ലെങ്കിൽ റാപ്പിഡ് ഫോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മോഡിഫിക്കേഷനാണ് ഈ ഒരു സ്റ്റെപ്പ്ഡ് ഫോൾ എന്ന് പറയുന്നത്. അടുത്തത്, സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് ഈസ് ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് ഡ്രോപ്സ് സോ ദാറ്റ് ദ വാട്ടർ മേ കോസ് ഡാമേജ് ടു ദ കനാൽ ബെഡ്. അപ്പോൾ ആ ഒരു സിംഗിൾ ഡ്രോപ്പ് കൊടുക്കുന്നതിന് വരെ, സിംഗിൾ ഡ്രോപ്പ് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് വെള്ളം താഴെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എനർജി ഈ ഫ്ലോറിൽ വന്ന് ഇടിക്കും, ഇത് റോഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെപ്പ്ഡ് ഫോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, സീരീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡ്രോപ്സ് ആണ് ഒരു ഫോളിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഫോൾ കൊടുക്കുന്നതിന് പകരം നമ്പർ ഓഫ് ബോൾസ് പ്രൊവൈഡ് ചെയ്യും. അടുത്തത്, ദ ബ്രിക്ക് വാൾസ് ആർ പ്രൊവൈഡഡ് അറ്റ് ഈച്ച് എൻഡ് ഓഫ് ഡ്രോപ്പ്. ഓരോ ഡ്രോപ്പിൻ്റെയും സൈഡിൽ, എൻഡിൽ നമ്മളൊരു ബ്രിക്ക് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്.
ദ ബെഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ റബിൾ മേസൺറി. താഴത്തെ കനാലിൻ്റെ ബെഡ് സർഫസ് നമ്മൾ റബിൾ മേസൺറി വെച്ചിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ സർഫസ് ഫിനിഷ് ബൈ സിമെൻറ്റ് മോട്ടാർ, സിമെൻറ്റിൻ്റെ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഈ റബിൾ മേസൺറിയുടെ മുകളിൽ നമ്മൾ കോട്ട് ചെയ്യും. ഓക്കെ, ഇത് ഓരോന്നെയാണ് നമ്മൾ ആ ഡ്രോപ്പിൻ്റെ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ബ്രിക്ക് വാളെന്ന് പറയും. ഓരോ ബ്രിക്ക് വാളിൻ്റെ ഇടയിൽ നമ്മൾ ഈ ബെഡിൻ്റെ മുകളിലായിട്ട് ഇറോഷനൊന്നും സംഭവിക്കാതിരിക്കുക, കാരണം പെട്ടെന്ന് വെള്ളം വരുമ്പോൾ ഇവിടെ ഇറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോൺ റബിൾ വെച്ചിട്ട് കവർ ചെയ്യും. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, സിമെൻറ്റ് പേസ്റ്റ് വെച്ചൊരു കോട്ടും കൊടുക്കും. അപ്പോൾ വെള്ളം സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും, ഇറോഷനൊന്നും സംഭവിക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്ഡ് ഫോൾ. അടുത്തത് നോച്ച് ഫോൾ. നോച്ച് ഫോളിനെ നമ്മൾ ട്രപ്പിസോഡൽ നോച്ച് ഫോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ട്രപ്പിസോഡൽ നോച്ചസ് ബിറ്റ്വീൻ സൈഡ്സ് ഓഫ് പിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് പിയേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ക്രോസ് സെക്ഷണൽ വ്യൂ സാധാരണ എല്ലാം നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ ആണ്, അതായത് വെള്ളം ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞുള്ള വ്യൂ ആണ് നമ്മൾ കാണിച്ചിരുന്നത് ഈ ഒരു ഡയറക്ഷനിൽ. പക്ഷേ ട്രപ്പിസോഡൽ നോച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അത് വെള്ളം പോകുന്ന ഡയറക്ഷനിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലത്തെ വ്യൂ ആണ് നമ്മൾ ഈ ഒരു ട്രപ്പിസോഡലിൻ്റെ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെഡിൻ്റെ ക്രോസ് സെക്ഷൻ. അത് നമ്മൾ ഹൊറിസോണ്ടലാക്കി എടുത്തിട്ട് ഇതാണ് നമ്മുടെ അബട്ട്മെൻറ്റ്, സൈഡിൽ കൊടുക്കുന്ന അബട്ട്മെൻറ്റ്. ഇതാണ് തൊട്ട് പുറകിലുള്ള വെള്ളം ഒഴുകി വരുന്ന സൈഡ്, ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ആ സൈഡിലെ ബെഡ് ലെവലാണ് ഇത്. അതിനാണ് നമ്മൾ സില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ നോച്ച് 1, 2, 3 നോച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ വെള്ളം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നവരെ ഈ നോച്ചിൻ്റെ അകത്തുകൂടി ആയിരിക്കും ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നത്. അപ്പോൾ അപ്പ് സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് നോച്ച് വഴിയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇത് ട്രപ്പിസോയിഡൽ നോച്ച് എന്ന് പറയാൻ കാരണം ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള നോച്ച് ഓപ്പണിങ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ട്രപ്പിസോഡൽ നോച്ച് ബിറ്റ്വീൻ സൈഡ് പിയേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പിയർ. അപ്പോൾ സൈഡ് പിയറിനും ഇൻ്റർമീഡിയറ്റ് പിയറിനും ഇടയ്ക്കായിട്ട് നമ്മൾ ട്രപ്പിസോഡൽ നോച്ച് എന്താണെന്നൊക്കെ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ചാണ്. ഒരു ഓപ്പണിങ്, വെള്ളം ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വെയറിൻ്റെ അകത്ത് നമ്മളൊരു ഓപ്പണിങ്, വെയറിൻ്റെ തന്നെ പിയർ എന്നും പറയാം. പിയറിൻ്റെ അകത്ത് നമ്മളൊരു ഓപ്പണിങ് കൊടുത്താൽ അതിന് നമ്മൾ നോച്ച് എന്ന് പറയും. ഇവിടെ നമ്മൾ ട്രപ്പിസോഡൽ നോച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിൽസ് ഓഫ് നോച്ച് ആർ കെപ്റ്റ് അറ്റ് ദ അപ്സ്ട്രീം ബെഡ് ലെവൽ. കനാൽ ഫ്ലോ ചെയ്ത് വരുന്ന ഇതാണ് കനാൽ ഫ്ലോ ചെയ്ത് വരുന്നത്. ഇവിടെ ആയിരിക്കും നമ്മൾ പിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നോച്ച് വരുന്നത്. വെള്ളം ഫ്ലോ ചെയ്ത് വരുന്ന ഈ ഒരു ഡയറക്ഷനിലാണ് ഈ ഒരു ട്രപ്പിസോയിഡൽ നോച്ച് വരുന്നത്. ഓക്കെ, ഇതാണ് വെള്ളം ഈ ഒരു ബെഡ് ലെവലിൻ്റെ അതേ ലെവലിലായിരിക്കും ഈ ഒരു സിൽ ലെവൽ കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും, നോച്ചിൽ കൂടെ ആണെന്നേ ഉള്ളൂ, ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ദ ബോഡി ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് മേസൺറി ഓർ കോൺക്രീറ്റ്. അതായത് ഈ ഒരു നോച്ചിൻ്റെ പിയറും സർഫസൊക്കെ കോൺക്രീറ്റ് അല്ലെങ്കിൽ മേസൺറി സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ ഫാൾ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റോൺ പിച്ചിങ് ഫിനിഷ്ഡ് ബൈ സിമെൻറ്റ് ഗ്രൗട്ട്. നേരത്തെ അതിൽ പറയുന്ന പോലെ ഇതിൻ്റെ അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡൊക്കെ നമ്മൾ സ്റ്റോൺ പിച്ചിങ് വെച്ച് ഇതുപോലെ ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് സിമെൻറ്റ് മോട്ടാർ വെച്ച് കവർ ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് ആ ഫിഗറിൽ കാണിക്കാൻ പറ്റത്തില്ല, ക്രോസ് സെക്ഷണൽ വ്യൂ ആയതുകൊണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ട്രപ്പിസോഡൽ നോച്ച് അല്ലെങ്കിൽ നോച്ച് ഫോൾ എന്ന് പറയുന്നത്. അടുത്തത് വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ ഓർ സർദാ ഫോൾ. വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ ഓർ സർദാ ഫോൾ. ഈ ഫിഗർ നോക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഫിഗർ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ നോക്കാം, എന്നിട്ട് നമുക്ക് വെർട്ടിക്കൽ ഡ്രോപ്പ് ഫ്ലോ. ഓക്കെ, ഇതാ വെള്ളം വരുന്നുണ്ട്. സ്റ്റീപ്പ് സ്ലോപ്പിലാണ് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റീപ്പ് സ്ലോപ്പിൽ. ഇനി ഇതിനകത്തുള്ള കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഒരു കോൺക്രീറ്റ് ബെഡ്, കോൺക്രീറ്റ് ഫ്ലോർ, അതിൻ്റെ മുകളിൽ നമുക്കൊരു വെർട്ടിക്കൽ ഡ്രോപ്പ് വാൾ. ഇതാണ് നമ്മുടെ ബെഡ് ലെവൽ. ഇനി ഈ വാളിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്റ്റോൺ പിച്ചിങ്സ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം വന്നിട്ട് നേരെ ഇവിടെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പോർഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ഓഫ് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റോൺ പിച്ചിങ്ങും, ഇങ്ങനെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഈ പോർഷനിൽ എപ്പോഴും വെള്ളം കാണും അല്ലേ, ഇതിനേക്കാളും കൂടിയ വെള്ളം മാത്രമേ ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകി പോകും. അപ്പോൾ ഈ ഒരു പോർഷനിൽ എപ്പോഴും വെള്ളം കാണും. അപ്പോൾ മുകളിൽ നിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്ന വെള്ളം ഈ ഒരു വാട്ടർ കുഷനിലാണ് വന്ന് ഇടിക്കുന്നത്. ഈ വാട്ടർ കുഷനെ നമ്മൾ സിസ്റ്റൺ എന്നും പറയാറുണ്ട്. സിസ്റ്റൺ
അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്ന വെള്ളം ഈ താഴത്തെ വാട്ടർ കുഷൻ അല്ലെങ്കിൽ സിസ്റ്റേണിൽ വന്നായിരിക്കും ഇടിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ തന്നെ വന്ന് ഇടിക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്നതിൻ്റെ എനർജിയൊക്കെ ഡെസിപ്പേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഹ്യൂജ് ഡ്രോപ്പിന് വലിയ സ്റ്റീപ്പ് സ്ലോപ്പിൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ കൊണ്ട് ഇവിടെ ഒരു വാട്ടർ പോണ്ടിങ് എപ്പോഴും ഉണ്ടാവും. അതിനെ നമ്മൾ വാട്ടർ കുഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുന്ന വെള്ളം ഈ ഒരു വാട്ടർ കുഷനിൽ വന്ന് ഹിറ്റ് ചെയ്ത് എനർജി ഡെസിപ്പേറ്റ് ചെയ്തിട്ടായിരിക്കും ഡൗൺ സ്ട്രീമിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡ്രോപ്പ് വാളാണ്. കൺസ്ട്രക്റ്റഡ് വിത്ത് മേസൺറി സ്ട്രക്ചർ. വാട്ടർ ഫ്ലോസ് ഓവർ ക്രസ്റ്റ് ഓഫ് ദ വാൾ. ഈ ഒരു ക്രസ്റ്റിൻ്റെ മുകളിലൂടെയാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. വാട്ടർ കുഷൻ ഓർ സിസ്റ്റം അറ്റ് എ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ കുഷൻ, ഇത്രയും പോർഷനാണ് നമ്മൾ വാട്ടർ കുഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ എപ്പോഴും അവിടെ ഒരു വാട്ടറിൻ്റെ ഒരു പോണ്ടിങ് ഉണ്ടാവും. അതിനെ നമ്മൾ സിസ്റ്റം എന്നും പറയാറുണ്ട്. വിച്ച് ആക്ട് ആസ് ദ എനർജി ഡെസിപ്പേറ്റർ അല്ലെങ്കിൽ എനർജി റെഡ്യൂസർ. ഇവിടെ നിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്ന വെള്ളം ഈ വെള്ളത്തിൻ്റെ ഒരു കുഷനിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി മുഴുവൻ ഡെസിപ്പേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ടായിരിക്കും ഡൗണിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. കോൺക്രീറ്റ് ഫ്ലോർ, ഫ്ലഡ് അല്ല ഫ്ലോർ. കോൺക്രീറ്റ് ഫ്ലോർ പ്രൊവൈഡഡ് അറ്റ് ദ ഡൗൺ സ്ട്രീം ടു പ്രിവെൻറ്റ് സ്കോർ. അപ്പോൾ ഈ ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ താഴെ ഈ ഒരു കോൺക്രീറ്റ് ഫ്ലോർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് സ്കൗറിങ്, അവിടുത്തെ മെറ്റീരിയൽ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിൽ അതിൻ്റെ താഴെ ഈ ഒരു കോൺക്രീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നത്. സ്റ്റോൺ പിച്ചിങ് വിത്ത് കോൺക്രീറ്റ് ഫിനിഷിംഗ് ഈസ് പ്രൊവൈഡ് അറ്റ് അപ്പ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഇതിൻ്റെ എൻഡിങ്ങിലും നമ്മൾ സ്റ്റോൺ പിച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്തായിരിക്കും സിമൻറ്റ് മോട്ടാറിൻ്റെ ഒരു പേസ്റ്റിങ് എന്തായാലും കാണും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ ഓർ സർദാ ഫോൾ. അടുത്തത് ഗ്ലേഷ്യസ് ഫോൾ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലേഷ്യസ് ഫോളിൻ്റെ ഫിഗർ നോക്കാം. ഇതാണ് ഗ്ലേഷ്യസ് ഫോളിൻ്റെ ഫിഗർ. ഇതിൻ്റെ അകത്ത് ചെറിയ ആ ഒരു ഫ്ലോറിൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇതാണ് നമ്മുടെ ഫ്ലോർ. ഇത് മൊത്തം കോൺക്രീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാ ഈ ബെഡിൻ്റെ ഹൊറിസോണ്ടലായിട്ട് വരും. ഇനി ചെറിയൊരു പ്രൊജക്ഷൻ, ചെറിയൊരു ക്രസ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഡ്രോപ്പ് ചെയ്യുന്ന സൈഡ് സ്ട്രെയിറ്റ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് ആയിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് ആയിരിക്കും. ഇനി ഇവിടെ ചെറിയൊരു പോണ്ടിങ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു പ്രൊജക്ഷൻ. ഇതിങ്ങനെ ആയിരിക്കും നമ്മുടെ കോൺക്രീറ്റ് ബെഡ് വരുന്നത്. ഇനി നേരത്തെ പോലെ ഇതാ ഈ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോൺ പിച്ചിങ്, ഡൗൺ സ്ട്രീം സൈഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി സ്റ്റോൺ പിച്ചിങ്. ഇത് നമ്മുടെ ബെഡ് ലെവൽ, ഇത് നമ്മുടെ ബെഡ് ലെവൽ. ഓക്കെ, ഇതിൻ്റെ പാർട്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ കർട്ടൈൻ വാൾ, സ്റ്റോൺ പിച്ചിങ് ഇവിടെയുണ്ട്, സ്റ്റോൺ പിച്ചിങ് ഇവിടെയുണ്ട്. ഈ സ്ട്രക്ചർ മൊത്തം കോൺക്രീറ്റ് ബെഡാണ്. ചെറിയൊരു ക്രസ്റ്റ്, ഇത് സ്ട്രെയിറ്റ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ്. ഓക്കെ, ഇപ്പോൾ കൺസിസ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് പ്രൊവൈഡഡ് വിത്ത് ക്രസ്റ്റ്. സ്ട്രെയിറ്റ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലേഷ്യസ് ഫോളിനെ നമ്മൾ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ഫോൾ എന്നും പറയാറുണ്ട്. ഗ്ലേഷ്യസ് ഫോൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ഫോൾ പ്രൊവൈഡഡ് വിത്ത് സ്ട്രെയിറ്റ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് along with a crust. ചെറിയൊരു ക്രസ്റ്റ് പ്രൊജക്ഷനും ഉണ്ടാവും. വാട്ടർ കുഷൻ ഈസ് പ്രൊവൈഡ് അറ്റ് ദ ഡൗൺ സ്ട്രീം ടു ഡെസിപ്പേറ്റ് എനർജി. നേരത്തെ പോലെ വെള്ളത്തിൻ്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിവിടെ ചെറിയൊരു വാട്ടർ കുഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ പോർഷനിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഇവിടെ നിന്ന് വീഴുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വലിയ ഡാമേജ് ഒന്നും കാണത്തില്ല. സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു സ്ലോപ്പിംഗ് സാധനം മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത് സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി കർട്ടൈൻ വാൾ ഓർ ടോ വാൾസ് ആർ പ്രൊവൈഡ് അറ്റ് ദ അപ്പ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ്. ഇതാ ഈ രണ്ട് വെർട്ടിക്കൽ വാൾസിനെയാണ് നമ്മൾ അപ്പ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം കർട്ടൈൻ വാൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സീപ്പേജൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. സീപ്പേജൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, ബ്ലൈസ് തിയറിയൊക്കെ അനുസരിച്ച് വെള്ളം സീപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്പ് സ്ട്രീം ഡൗൺ സ്ട്രീം കട്ട് ഓഫ് വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റോൺ പിച്ചിങ് വിത്ത് കോൺക്രീറ്റ് ഫിനിഷിംഗ് ഈസ് പ്രൊവൈഡഡ്. ഇതാ രണ്ട് സൈഡിലും സ്റ്റോൺ പിച്ചിങ് വിത്ത് അതിൻ്റെ മുകളിലൊരു കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് പേസ്റ്റ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതാണ് സാധാ ഗ്ലേഷ്യസ് ഫോൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ഫോൾ. ഇനി ഈ ഗ്ലേഷ്യസ് ഫോളിനെ രണ്ട് രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നേരത്തെ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ഫോൾ ആയിരുന്നെങ്കിൽ അതിൻ്റെ സൈഡ് മാത്രം ഒരു പാരാബോളിക് ആക്കി. അങ്ങനെ പാരാബോളിക് ഗ്ലേഷ്യസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത് സ്റ്റോൺ പിച്ചിങ്, ഇത് കർട്ടൈൻ വാൾ, സ്റ്റോൺ പിച്ചിങ്, ഇത് കോൺക്രീറ്റ് ബെഡ്. വേറെ ഒന്നും മാറ്റിയിട്ടില്ല.
ഇവിടുത്തെ വാട്ടർ പോണ്ടിങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇത് പാരാബോളിക് ആക്കി. അപ്പോൾ വെള്ളം ആ പാരാബോളിക് ഷേപ്പിലൂടെ സ്മൂത്തായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ, ഈ ഒരു ടൈപ്പിനാണ് മൊണ്ടീക് ടൈപ്പ് ഫോൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് ദ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ടൈപ്പ് ഫോൾ എനർജി ഡെസിപ്പിയേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ് ഡ്യൂ ടു ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി റിമൈനിങ് അൺഅഫക്റ്റഡ്. അപ്പോൾ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ടൈപ്പ് ഫോളിനകത്തുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ അകത്തുള്ള എനർജി ഡെസിപ്പിയേഷൻ കമ്പോണൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ദ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് വാസ് റിപ്ലേസ്ഡ് ബൈ പാരാബോളിക് ഗ്ലേഷ്യസ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്ലേഷ്യസിന് വരെ നമ്മളിവിടെ ഒരു പാരാബോളിക് ഗ്ലേഷ്യസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഇംപ്രൂവ് ദ എനർജി ഡെസിപ്പിയേഷൻ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ എനർജി ഒരു പരിധി കൂടുതൽ നമുക്ക് എനർജി ഡെസിപ്പിയേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെള്ളം എന്താ ഈ ഒരു കേർവ്ഡ് പാത്തിലാണ് ഫ്ലോ ചെയ്യുന്നത്. ദ പാരാബോളിക് പ്രൊഫൈൽ ഈസ് നോൺ ആസ് മോണ്ടീക് പ്രൊഫൈൽ. അപ്പോൾ ഇങ്ങനത്തെ പാരാബോളിക്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന പ്രൊഫൈലിനെയാണ് നമ്മൾ മോണ്ടീക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മോണ്ടീക് ടൈപ്പ് ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലേഷ്യസ് ഫോളിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ മോഡിഫിക്കേഷനാണ് മോണ്ടീക് ടൈപ്പ് ഫോൾ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഇംഗ്ലീഷ് ഫോൾ ഓർ ബാഫൽ ഫോൾ. ഇംഗ്ലീഷ് ഫോൾ ഓർ ബാഫൽ ഫോൾ. ഇതിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകത നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്ട്രെയിറ്റ് സ്ലോപ്പിംഗ് ഗ്ലേഷ്യസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ആകെ വരുന്ന വ്യത്യാസം സ്റ്റോൺ പിച്ചിങ് അതുപോലെ ഉണ്ട്, കട്ട് ഓഫ് വാൾസ് അതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ കുർഷ്യൻ വാൾസ് സ്റ്റോൺ പിച്ചിങ് ഉണ്ട്. ആകെ വരുന്ന വ്യത്യാസം ഇതായിരുന്നു നമ്മുടെ സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ഫോൾ. ഇവിടെ നമുക്കൊരു വാട്ടർ കുഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ അതിന് പകരം ഇങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പകരം ഇവിടെ 2 ബാഫൽ വാൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആകെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു, ഇവിടെ ഒരു വാട്ടർ കുഷന് പകരം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും. 2 ബാഫൽ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് എനർജി ഡെസിപ്പിയേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് തട്ടി അതിൻ്റെ എനർജി ഡെസിപ്പിയേറ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളും. ഓക്കെ, ബാക്കി പാർട്സും അതിൻ്റെ ഫിഗറും എല്ലാം സെയിം തന്നെ. ഇത് കോൺക്രീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്ട്രെയിറ്റ് ഗ്ലേഷ്യസ് ടൈപ്പ് ഫോളാണ്. ഇവിടെയും സ്റ്റോൺ പിച്ചിങ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ കർട്ടൈൻ വാൾസ്. എക്സ്ട്രാ 2 ബാഫൽ വാൾസ് പ്രൊവൈഡ് ചെയ്യും എനർജി ഡെസിപ്പിയേഷന് വേണ്ടി. ഹിയർ ദ ഗ്ലേഷ്യസ് ഈസ് സ്ട്രെയിറ്റ് ആൻഡ് സ്ലോപ്പിംഗ് ബട്ട് ദ ബാഫൽ വാൾ ഇസ് പ്രൊവൈഡഡ് ഓൺ ദ ഡൗൺ സ്ട്രീം ഫ്ലോർ ടു ഡെസിപ്പിയേറ്റ് എനർജി. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റും സ്ലോപ്പിംഗും ആയിട്ടുള്ള ഗ്ലേഷ്യസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഡൗൺ സ്ട്രീം സൈഡിൽ 2 ബാഫൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനർജി ഡെസിപ്പിയേറ്റ് ചെയ്യാൻ. ബാഫൽ വാൾസ് ആർ പ്രൊവൈഡഡ് അറ്റ് കാൽക്കുലേറ്റഡ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ്. അപ്പോൾ ഈ ഒരു ടോ എൻഡിൽ നിന്ന് ഒരു കാൽക്കുലേറ്റഡ് ഡിസ്റ്റൻസിലായിരിക്കും, അതേപോലെ കാൽക്കുലേറ്റഡ് ഹൈറ്റിലുമാണ് നമ്മൾ ഈ ബാഫൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ എത്ര ഹൈറ്റിലെ വെള്ളമാണോ എനർജി ഡെസിപ്പിയേറ്റ് ചെയ്യാനുള്ള അതിനനുസരിച്ച് എത്ര ഹൈറ്റ് കൊടുക്കും, അത് തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ എത്ര വേണമെന്ന് ഡിസൈൻ ചെയ്യുന്നത്. ദ മെയിൻ ബോഡി ഓഫ് ഗ്ലേഷ്യർ ഈസ് മെയ്ഡ് ഓഫ് കോൺക്രീറ്റ്. ഈ ഗ്ലേഷ്യസിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ കമ്പോണൻറ്റും പാർട്ടും നമ്മൾ കോൺക്രീറ്റ് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കർട്ടൈൻ വാൾസ് ആർ പ്രൊവൈഡഡ് അറ്റ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കർട്ടൈൻ വാൾസ് ഉണ്ട്. അതേപോലെ അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺ പിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഗ്ലേഷ്യസ് ടൈപ്പ് ഫോളിനെ നമുക്ക് 3 എണ്ണം എന്ന് പറയാം. ഒന്ന് സ്ട്രെയിറ്റ് ടൈപ്പ്, 2 മോണ്ടീക് ടൈപ്പ്, മൂന്നാമത്തത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബാഫൽ ഫോൾ. ഇനി അടുത്തത് നമ്മുടെ ഫോളിൻ്റെ ലാസ്റ്റ് ടൈപ്പ് സൈഫൺ വെൽ ഡ്രോപ്പ് അല്ലെങ്കിൽ സിലിണ്ടർ ഫോൾ അല്ലെങ്കിൽ വെൽ ടൈപ്പ് ഫോൾ. ഓക്കെ, സൈഫൺ വെൽ ഡ്രോപ്പ്, സിലിണ്ടർ ഫോൾ, വെൽ ടൈപ്പ് ഫോൾ. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. ഇതതിൻ്റെ ഹാഫ് പ്ലാനാണ്, പകുതിയെ വരച്ചിട്ടുള്ളൂ. ഈ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വരച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലാൻ വ്യൂ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വലിയ ഐഡിയ കിട്ടത്തില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് കനാൽ ഒഴുകി വരുന്ന ബെഡ്. അപ്പോൾ അതേ കനാലിൻ്റെ അകത്തുകൂടി വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളത്തിനെ ഈ ഒരു വെർട്ടിക്കൽ വാളിലേക്ക് നമ്മൾ ഒഴിക്കും. ഇനി ഇതിത്രയും നമ്മുടെ ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ ഉള്ളൊരു മെത്തേഡ്. ശരിക്കും കനാൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫോൾ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ വെള്ളത്തിന് നമുക്കതുപോലെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ 2 കീസാണ്. ഒന്ന്, ഈ കനാലിലൂടെ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ലെവല് ഡിക്രീസ് ചെയ്യാൻ വേണം. പക്ഷേ ഇവിടെ നമുക്കൊരു റോഡ് ഒബ്സ്ട്രക്ഷനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡേ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്നത്, ഇത് നമ്മുടെ ബെഡ് ലെവൽ, ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നു.
ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് നമ്മൾ ഈ ഒരു വെല്ലിൻ്റെ അകത്തേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ റോഡിൻ്റെ താഴെ ഒരു ചെറിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്, വെള്ളം ഫ്ലോ ചെയ്യാൻ വേണ്ടി പൈപ്പ്. അപ്പോൾ ഇതിൻ്റെ വെല്ലിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം ഈ പൈപ്പിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യും. പൈപ്പിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്തിട്ട് ഇപ്പുറത്തെ വെല്ലിലെത്തും. ഈ വെല്ലിൽ നിന്ന് ഇത് വീണ്ടും കനാലിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഒന്നുകൂടി പറയാം. ഇവിടെ ഒരു വെല്ലുണ്ട്, വെല്ലിൻ്റെ ഫൗണ്ടേഷൻ ഇതാണ്. ഫൗണ്ടേഷൻ ഈ അറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ ഒരു വെല്ലുണ്ട്, ഇത് നമ്മുടെ റോഡ് സർഫസാണ്. ഇത് കനാലിൻ്റെ ബെഡ് ലെവൽ, ഇത് ഡൗൺ സ്ട്രീമിലെ കനാലിൻ്റെ ബെഡ് ലെവൽ. ഈ രീതിയിൽ വെള്ളം വരുന്നു. ആദ്യം ഈ വെല്ലിൻ്റെ അകത്തേക്ക് കയറും, ഒരു ലെവലായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് താഴത്തെ പൈപ്പിലൂടെ ഇത് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ വെല്ലിലേക്ക് ഫില്ല് ചെയ്യും. അങ്ങനെ ഇവിടുത്തെ വെള്ളം ഏകദേശം ആകുമ്പോൾ അത് കനാലിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻലെറ്റ് വെൽ വിത്ത് എ പൈപ്പ് അറ്റ് ഇറ്റ്സ് ബോട്ടം ക്യാരി വാട്ടർ ഫ്രം ദ ഇൻലെറ്റ് വെൽ ടു എ ഡൗൺ സ്ട്രീം വെൽ ഓർ സിസ്റ്റം. അപ്പോൾ ഒരു ഇൻലെറ്റ് വെല്ലുണ്ട്, ആ ഇൻലെറ്റ് വെല്ലുവിൻ്റെ താഴെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പിൽ നിന്ന് വെള്ളം നേരെ ഇൻലെറ്റിൽ നിന്ന് വെള്ളം ക്യാരി ചെയ്തിട്ട് ഡൗൺ സ്ട്രീം സൈഡിലുള്ള വെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദ വെൽസ് ആർ റിക്വയർഡ് when drop is greater than 1.8 meter and for the discharge greater than 0.29 meter. അപ്പോൾ ഡ്രോപ്പിൻ്റെ ഡിഫറൻസ് 1.8 മീറ്ററിനേക്കാളും കൂടുതലാണെങ്കിലും അവിടെയുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് 0.29 ക്യൂമിക്സിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മൾ സൈഫൺ വെൽ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. വാട്ടർ ഫോൾസ് ഇൻ ടു ഇൻലെറ്റ് വെൽ ത്രൂ ദ ട്രപ്പീസോഡൽ നോച്ച് കൺസ്ട്രക്റ്റഡ് അറ്റ് ദ സ്റ്റീനിങ് ഓഫ് ദ വെൽ. ദ എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ഇൻസൈഡ് ദ വെൽ. അപ്പോൾ വെല്ലിലേക്ക് വെള്ളം വീഴുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള എനർജി ഡെസിപ്പേഷനൊക്കെ നടക്കും അല്ലേ. വെള്ളം ഒരു വെല്ലിൻ്റെ അകത്തേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്ത് പതുക്കെ ആയിരിക്കും പിന്നെ വെല്ലിൻ്റെ അകത്ത് വെള്ളം നിറയുന്നത്. അവിടെ നിന്ന് അതേ ഫോഴ്സിൽ തന്നെ നമ്മുടെ പൈപ്പിൻ്റെ അകത്തോടെ വെള്ളം പൊക്കോളും. വെരി യൂസ്ഫുൾ ഫോർ ലാർജ് ഡ്രോപ്പ് ആൻഡ് സ്മോളർ ഡിസ്ചാർജ്. അപ്പോൾ പെട്ടെന്നൊരു വലിയ ഡ്രോപ്പ് കൊടുക്കുകയും വേണം, പക്ഷേ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് അല്ലെങ്കിൽ സ്പീഡ്, ഡിസ്ചാർജ് ഒഴുകി വരുന്ന വെള്ളം എത്രയാണോ അതിൻ്റെ ക്വാണ്ടിറ്റി ചെറുതുമാണെങ്കിൽ, അപ്പോൾ വലിയ ഡ്രോപ്പും ഒഴുകി വരുന്ന വെള്ളം അതിൻ്റെ ഡിസ്ചാർജ് കുറവുമാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഫൺ വെൽ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഈ ഒരു കനാലിന് കുറുകെ ഒരു റോഡും കൂടി ഉണ്ടെങ്കിൽ റോഡിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു വെല്ല് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. ഈ ഒരു ഫിഗർ ഓർത്താൽ മതി, ഇത് നോക്കണമെന്നില്ല. ഇത് വരക്കാനായിട്ടൊരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. താഴെ നമുക്കൊരു കോൺക്രീറ്റ് ലെയർ ഉണ്ട്, ഫുൾ പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു കോൺക്രീറ്റ് ലെയർ. ഇതാണ് ഫസ്റ്റ് വെല്ലിൻ്റെ വാൾസ്, അതതിൻ്റെ ടോപ്പ്, ഇത് കവേർഡ് ആയിരിക്കും. ഇതാണ് സെക്കൻഡ് വെല്ല്, ഇതിപ്പോഴത്തെ ഡൗൺ സ്ട്രീം സൈഡിലെ ബെഡ് ലെവൽ, ഇത് അപ്പ് സ്ട്രീം സൈഡിലെ ബെഡ് ലെവൽ. ഇതാണ് വെള്ളം ഒഴുകി വരുന്ന ലെവൽ. ഈ ഒഴുകി വരുന്ന വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഫോളോ ചെയ്ത് ഇത് നിറയുമ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പിലൂടെ ഇപ്പോഴത്തെ വെല്ലിലേക്ക് വരും. ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള മുകളിലുള്ള റോഡിൻ്റെ സൈഡൊക്കെയാണ്, ഇതിൻ്റെ മുകളിലാണ് റോഡ്. ഇതിങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കനാൽ ഫോൾ എന്താണെന്ന് പറഞ്ഞു, കനാൽ ഫോൾ കൊടുക്കുന്നതിന് നെസസിറ്റി എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറിയസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ഒരു ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചറിൽ കനാൽ റെഗുലേറ്റേഴ്സും ഹെഡ് റെഗുലേറ്റേഴ്സും പഠിക്കാം. ഓക്കെ, താങ്ക് യു.